ഹലോ ഹായ് നമസ്കാരം. ചില ആളുകൾക്ക് റിവ്യൂ വീഡിയോ എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഉത്തരമാണ് വേണ്ടത്. സിനിമ കാണണോ വേണ്ടിയോ എന്ന് പെട്ടെന്ന് പറയാം, അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കേൾക്കണമെന്നില്ല. ചില ആളുകൾക്ക് വിശദമായിട്ട് കേൾക്കണമെന്നുണ്ടാവും. എന്തായാലും ആദ്യം പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, പാട്ടുകളുടെ അർത്ഥങ്ങൾ ഒക്കെ കുറച്ച് അഡൽട്ട് സൊള്ളി വേർഷനിൽ വരുന്നതാണ്. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയുടെ വിഷ്വൽസ് ഗംഭീരമായിരുന്നു, ഇതിൻ്റെ സംഗീതം ഗംഭീരമായിരുന്നു, ആൻഡ് ഇതിലെ പെർഫോമൻസുകൾ അടിപൊളിയാണ്. ശക്തമായ രാഷ്ട്രീയം, ചിന്തോദീപകമായ ഡയലോഗുകൾ, ആൻഡ് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഉദയവും അസ്തമയവും വരെയുള്ള അത്രയും കാലഘട്ടത്തിലെ മുഴുവൻ കാര്യങ്ങളെയും നമ്മുടെ മുന്നിലേക്ക് വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഓക്കെ, ഇത്രയും കൊണ്ട് നിങ്ങൾ തൃപ്തരാകുകയാണെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണാവുന്നതാണ്. ഇനി അങ്ങോട്ട് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത, ചിലർ കൊണേഡി എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വർത്താനമാണ്. ഈ സിനിമ എങ്ങനെയാണ് എന്നെ പേഴ്സണലി കണക്ട് ചെയ്തത്, ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യം ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ, അമർ സിംഗ് ചംകിയെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ പഞ്ചാബി സംഗീതത്തെക്കുറിച്ച് പറയണമല്ലോ. എനിക്ക് ആ കാറ്റഗറിയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് ഉടുത്ത പഞ്ചാബ് എന്ന് പറയുന്ന സിനിമയിൽ ഇക്ക് കുടി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പാട്ടാണ്. ഞാൻ ഒരുപാട് വട്ടം ആവർത്തിച്ച് കേട്ടിട്ടുള്ളതാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ എന്തോ ഒരു ഫീല് എനിക്ക് ഉണ്ടാവാറുണ്ട്. ആൻഡ് ഈ പഞ്ചാബി പാട്ടുകളുണ്ടല്ലോ, മറ്റേ ബല്ലെ ബല്ലെ, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പാട്ടുകളൊക്കെ ഞാൻ കേട്ട് തുടങ്ങുന്നത് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ഐവ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 3-in-1 ഓഡിയോ സിസ്റ്റം അച്ഛൻ വാങ്ങിച്ചു. അതിൽ ഓഡിയോ കാസറ്റ് ഇടാം, റേഡിയോ ഉണ്ട്, CD ഇടാം എന്ന് പറയുന്നൊരു കാര്യമാണ്. DVD-യിലേക്കൊന്നും എത്തിയിട്ടില്ല, CD മാത്രം പ്ലേ ചെയ്യാം. അപ്പം ആ CD പ്ലെയറിൻ്റെ കൂടെ 18 CD-യോ 30 CD-യോ അങ്ങനെ എന്തോ ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ദാലർ മഹിന്ദിയുടെ പാട്ടുകളാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ പരിചയത്തിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ആ LIG ക്വാർട്ടേഴ്സിൻ്റെ പരിസരത്ത് എവിടെയും CD പ്ലെയർ അങ്ങനെ ആരുടെ കയ്യിലില്ല. മാത്രമല്ല ഇതിന് നല്ല സൗണ്ടാണ്. അപ്പോൾ ഈ ദാലർ മഹിന്ദിയുടെ പാട്ടുകൾ വെക്കുക, അച്ഛൻ ഇങ്ങനെ പാട്ട് വെച്ചിട്ട്, അച്ഛൻ മദ്യപാന ശീലമുള്ള ആളായിരുന്നു. അപ്പോൾ ആ ഒരു മൂഡിൽ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ 4 പിള്ളേരും കൂടി വട്ടം കൂടി നിന്ന് ഡാൻസ് കളിക്കുന്ന ആ ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദാലൻ മൊഹിന്ദിയുടെ പാട്ടുകളൊക്കെ കേട്ട് നമുക്ക് കാണാപ്പാടം ആവുന്നത് പോലെ അതുപോലെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊരു ഡാൻസ് മൂഡുമായിട്ടാണ് കൂടുതലും ഞാൻ റിലേറ്റ് ചെയ്യുന്നത്. ആ ഒരു യുഗത്തിന് ശേഷം ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല പഞ്ചാബി മ്യൂസിക് എന്ന് പറയുന്നത്. പക്ഷേ ഈ പടത്തിലെ പാട്ടുകളിലേക്ക് വരുമ്പോൾ അത് ഞാൻ ആലോചിക്കുന്നത് ഈ ചംകീല എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലെ സംഗീതം എന്ന് പറയുന്നത് അത് കാലത്തിനെ അതിജീവിക്കുന്നൊരു മാസ്റ്റർ പീസ് ഐറ്റം ആണെന്നുള്ളതാണ്. കാരണം ഓരോ പാട്ടും നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു വല്ലാത്ത വൈബുണ്ട്, അതിന് ഭയങ്കര എനർജി ഉണ്ട്. പുള്ളി ആ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമ്മൾ വേറൊരു മൂഡിലേക്ക് വരുന്ന പോലെ എജാതി സാധനമാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ AR റഹ്മാൻ ഡീൽ ചെയ്തിരിക്കുന്ന രീതി എല്ലാം കൊണ്ടും അയ്യോ അപാര പൊളിയാണ്. ഒരു രക്ഷയില്ലാതെയാണ് ഇതിൻ്റെ മ്യൂസിക് സൈഡ് എനിക്ക് അനുഭവപ്പെട്ടത്. ആൻഡ് ഇങ്ങനെയൊരു സൂപ്പർ സ്റ്റാർ എന്ന് വെച്ചാൽ അമിതാഭ് ബച്ചനെ കാണാൻ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ കാണാൻ കാത്തിരുന്ന ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിയ ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അതൊരു വലിയ അത്ഭുതപ്പെടുത്തുന്ന അറിവായിരുന്നു എന്നെ സംബന്ധിച്ച്. കാത്തിരിക്കാനുള്ളതുണ്ടായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് സൈഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതിലെ വരികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നിങ്ങൾ ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയായിരിക്കും, പ്രാദേശികമായിട്ടുള്ള പാട്ടുകൾ പാടുന്ന എന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് അശ്ലീല ചുവയുള്ള എന്ന് നമ്മൾ പറയുന്ന ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, ആളുകളുടെ സെക്ഷൽ ഫാൻറ്റസീസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്ന വരികളാണ് അതിനുണ്ടായിരുന്നത്. അപ്പോൾ ഈ വരികൾ പാട്ടിൽ കൊണ്ടുവരുന്നതും അത് ഒരുപാട് പേർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ചംകീലയ്ക്ക് മുമ്പും ശേഷവും ഒക്കെ അത്തരം പാട്ടുകൾ ഉണ്ടാവുകയും അത് ജനപ്രീതി ആർജിക്കുകയും ചെയ്തിരുന്നു. അതൊരു വലിയ ജനവിഭാഗത്തിൻ്റെ ആകെയുള്ളൊരു എൻജോയ്മെൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പറയുമ്പോൾ, പൊളിറ്റിക്കലി നമ്മൾ പറയുമ്പോൾ സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന പാട്ടുകളാണ് എന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ അപ്പോൾ പോലും സ്ത്രീകളടക്കം എൻജോയ് ചെയ്തിരുന്ന, അവരുടെ ആകെയുള്ള ഒരു സോഴ്സ് ഓഫ് എൻജോയ്മെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സിനിമയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വരികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കും ചോദിക്കാൻ തോന്നും. എനിക്കും ഈ സിനിമയിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ തുടങ്ങിയപ്പോൾ പാട്ടൊക്കെ നല്ല രസമുണ്ട്, പക്ഷേ ഇതിലെ വരികൾ വളരെ മോശമല്ലേ, അങ്ങനെയുള്ള പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ചംകീല ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് മീഡിയയോട്. ആരാണ് ഈ ശരിയും തെറ്റും തീരുമാനിക്കുന്നതെന്ന്. അതിൽ തന്നെ കുറേ ഡയലോഗുകളുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്, ഒരു ഗംഭീര ഡയലോഗ് എന്ന് പറയുന്നത്, ശരിയും തെറ്റും തീരുമാനിച്ച് ഒരു കാര്യം സെലക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് ആണ് എന്നുള്ളതാണ്. അത് എന്താ പറയുക, ഒരു ഐ ഓപ്പണിങ് ഡയലോഗ് എന്നൊക്കെ പറയുന്ന പോലെ. അതായത് ചംകീല ഈ എഴുതിയിരിക്കുന്ന വരികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ മോശമായ കാര്യങ്ങളുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അയാളെ സദാചാരവാദികൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒക്കെ നമുക്കും അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഈ ചോദ്യം വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആ ഒരു
വലിയ ജനവിഭാഗത്തിന്, സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അന്നവർ ഏറ്റവും അധികം എൻജോയ് ചെയ്തിരുന്നൊരു കാര്യം അവർക്ക് ഡെലിവർ ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ ഓഡിയൻസിൻ്റെ എനർജിയിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന ഒരാൾ, അയാൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. എന്നാൽ പിന്നെ ഞാൻ നാളെ മുതൽ ക്ലാസിക്കൽ സാധനങ്ങൾ മാത്രം ചെയ്യാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദരിദ്രനായ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിൽ ജാതിയും മതവും സാമ്പത്തിക നിലവാരവും ഒക്കെ ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. അതൊരു ഒരു കിടിലോൽക്കിടലും ചോദ്യമായിരുന്നു. അയാളുടെ ശരികൾ പലപ്പോഴും ജനങ്ങളുടെ ശരിയാണ് എന്ന് പറയുന്ന ഫാക്ടർ നമുക്കും അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ ഈ സിനിമയിലെ ഇതൊരു വലിയ സ്പോയിലറൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. അയാൾ ഈ പറയുന്ന അശ്ലീല ചുവയുള്ള പാട്ടുകളിൽ നിന്ന് മാറി ഭക്തിഗാന ശാഖയിലേക്ക് മാറുന്നുണ്ട്. അവിടെ നിന്ന് പക്ഷേ തിരിച്ചു വരാൻ അയാളെ ജനങ്ങളാണ് നിർബന്ധിക്കുന്നത്. എനിക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ജനങ്ങളോട് കമ്മിറ്റഡ് ആയി കഴിയുമ്പോൾ, നമ്മുടെ ഫാൻസിനോട് കമ്മിറ്റഡ് ആയി കഴിയുമ്പോൾ അവരിൽ നിന്ന് വരുന്ന റിക്വസ്റ്റുകൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ആൻഡ് ഒരു പോയിന്റിൽ അയാളുടെ ആർട്ടിലേക്ക് കംപ്ലീറ്റ്ലി, അയാൾ ആർട്ടായി വിശ്വസിക്കുന്ന ആ കാര്യത്തിലേക്ക് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആവുന്നുണ്ട്. ലോകത്ത് എന്ത് സംഭവിച്ചാലും ഞാൻ ഇതിനൊപ്പം നിൽക്കുമെന്ന് പറയുന്നൊരു പോയിന്റിലേക്ക് വരുന്നുണ്ട്. അതൊക്കെയും എനിക്ക് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇതൊക്കെ പറയുമ്പോഴും ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇയാളുടെ ഭാഗമാണ് ശരി, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവരാണ് ശരി എന്ന് പറയുന്ന രീതിയിൽ നമ്മളിലേക്കൊന്നും ഇൻജെക്റ്റ് ചെയ്യുന്നില്ല, നമുക്കൊന്നും സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് ഏത് സൈഡിൽ വേണമെങ്കിലും നിൽക്കാം. ചംകീലയെക്കുറിച്ച് മുഴുവൻ അറിഞ്ഞതിന് ശേഷവും അയാളെ എതിർത്ത് നിൽക്കാനുള്ളൊരു ഫ്രീഡം നമുക്ക് തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഒരു ഗംഭീര മേക്കിംഗ് മികവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. റൈറ്റിങ്ങിലാണ് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പറയേണ്ടത് വിഷ്വലാണ്. കാലഘട്ടത്തിനെ മാർക്ക് ചെയ്തിരിക്കുന്ന രീതി അത് വളരെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിലേറ്റവും ഗംഭീരമായിട്ടുള്ളൊരു കാര്യം, ഒറിജിനൽ ചംകീലയും അയാളുടെ പെർഫോമൻസുകളും ഫോട്ടോയായും വീഡിയോ ക്ലിപ്പായും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ചംകീലയുണ്ട്, അദ്ദേഹത്തിൻ്റെ പത്നിയുണ്ട്, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയമുണ്ട്, എല്ലാവരും ഉണ്ട്. അതിനോടൊപ്പം ഇടയ്ക്ക് ഫ്ലാഷ് പോലെ നമ്മൾ ഒറിജിനൽ കാണുന്നുണ്ട്. അതൊരിക്കലും ഒരു ജംപ് ഫീൽ ആവാതെ വളരെ ബ്യൂട്ടിഫുള്ളായി, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, എന്താ പറയുക, എഡിറ്റിങ്ങിൻ്റെ മികവ്, അതുപോലെ VFXൻ്റെ ഒരു സപ്പോർട്ട് ഒക്കെ സിനിമയെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗംഭീരമായിട്ട് അവർക്കത് മിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ഇതിൽ ഒരു ഇലസ്ട്രേഷൻ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഗ്രാഫിക്കലിയൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ചില സീക്വൻസുകൾ അത് മാറി മറിഞ്ഞ് വരുന്നതൊക്കെ അതൊക്കെയും അടിപൊളിയായിരുന്നു. പിന്നെ പറയേണ്ടത് ഇതിലെ പെർഫോമൻസുകളാണ്. ചംകീലയായി എത്തിയ അമർ സിംഗ്, ചംകീലയായി എത്തിയ ദിൽജിത്ത് ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്ക് വളരെ 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 വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ പരിണീതി ചോപ്ര, എനിക്ക് ചില സമയത്ത് തോന്നി പരിണീതിക്ക് താല്പര്യമില്ലായിട്ട് ചെയ്യുന്നതാണോ എന്നൊക്കെ. പക്ഷേ ഈ ഒറിജിനൽ പെർഫോമൻസിൻ്റെ വിഷ്വൽസും കൂടി ക്ലിപ്പൊക്കെ ഇങ്ങനെ ഒരുമിച്ച് വരുമല്ലോ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് പരിണീതി ആ ഒറിജിനൽ ക്യാരക്ടറിനെ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ചില സ്ഥലത്ത് അതൊരു അനുകരണം എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ചില സ്ഥലത്ത് കറക്റ്റ് സ്കെയിലായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ജീവിച്ചിരുന്ന, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ എക്സ്പ്രഷൻസും ആ ഒരു രീതിയിലൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അത് വളരെ നന്നായിട്ട് പിന്നീട് എനിക്ക് അനുഭവപ്പെട്ടു. തുടക്കത്തിൽ എനിക്ക് തോന്നി ഇവർക്കൊരു താല്പര്യമില്ലെന്ന്, പക്ഷേ പിന്നെ നല്ല രീതിയിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. എല്ലാവരും ഈ സിനിമയിൽ നമുക്ക് എല്ലാവരും ഗംഭീര പെർഫോമേഴ്സാണ്. ഗംഭീരമായിട്ട് അവരുടെ പ്രകടനങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. സിനിമയിൽ എവിടെയും ഞാനൊരു ആർട്ടിസ്റ്റ് വന്ന് ചെയ്യുന്നത് കണ്ടിട്ടില്ല. സിനിമ മുഴുവൻ നമ്മൾ ഒരു റിയൽ ലൈഫ്, ഒരു ഡോക്യുമെൻ്ററി കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ, എന്ന് വെച്ചാൽ ഡോക്യുമെൻ്ററി പോലെ എന്നല്ല പറയുന്നത്, പെർഫോമൻസുകൾ അവരെ നേരിട്ട് കണ്ട് നമ്മൾ അവരുടെ ജീവിതത്തിലൂടെ പാസ് ചെയ്ത് പോവുകയാണ്. അവിടെ വേറെ ഒന്നും നമ്മൾ കാണുന്നില്ല. ആൻഡ് ഇംതിയാസ് അലി എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ എന്ന് പറയുന്നത് റോക്ക് സ്റ്റാർ ആണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളൊന്നും കണ്ടിട്ടില്ല. റോക്ക് സ്റ്റാർ എൻ്റെ ഫേവറേറ്റ് ആണ്. ഹൈവേ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സിനിമയാണ്. അപ്പം അതിൻ്റെ ഒക്കെ കൂടെ ചേർത്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ അനുഭവമായിട്ടാണ് എനിക്ക് അമർ സിംഗ് ചംകീല എന്ന് പറയുന്ന സിനിമ ഫീൽ ചെയ്തത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ സിനിമ അവൈലബിൾ ആണ്. തീർച്ചയായും നിർബന്ധമായും നിങ്ങളൊരു സിനിമാ സ്നേഹിയാണെങ്കിൽ കണ്ടിരിക്കേണ്ട, മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമയാണെന്നേ ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയുള്ളൂ. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം ഇതിനോട് ചേർന്ന് നിൽക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഒരു അഭിപ്രായമായിരിക്കാം, ചിലപ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അഭിപ്രായമായിരിക്കാം. അതെന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമ കാണണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.